ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് നത്തോലി എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. അത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ കറി വെച്ചാൽ അങ്ങോട്ടുണ്ടല്ലോ നമ്മളത് തിളച്ച് കഴിയുമ്പോഴതങ്ങ് പൊട്ടി ഇങ്ങനെ പിളർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ കറി വെക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പീര വറ്റിച്ച് നോക്കാൻ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ പീര വറ്റിച്ച്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് മീൻ. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അരപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടൊരു 3-4 എരിവുള്ള പച്ചമുളക് കേട്ടോ, 3-4-5 ഇട്ടിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത്തിരി മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ, ഒരു അരമുറി തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ 500 ഗ്രാം മീനാണ് നമ്മൾ വാങ്ങിയിരുന്നത്. അപ്പോൾ അതൊന്ന് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ നമ്മൾ ഒതുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ അരപ്പ് നമ്മുടെ മീനിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള വേകാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പുളി വേണം. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് നമ്മൾ ഇതൊന്ന് ആവി കയറ്റി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ മതി നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് അടിയിൽ നമ്മൾ കുറച്ച് വെള്ളം കുറവാണല്ലോ നമ്മൾ ഒഴിച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ, അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.